ദരിദ്രനായ ആ മനുഷ്യന്റെ ബാങ്ക് അക്കൗണ്ടിൽ പെട്ടെന്ന് $7,51,000 കണ്ടെത്തി. ഇതൊരു സിസ്റ്റം തകരാറാണെന്ന് അയാൾ കരുതി. എന്നാൽ ഒരു ATM-ൽ നിന്ന് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ മെഷീൻ സൗജന്യമായി പണം വാരിയെറിയാൻ തുടങ്ങി. അയാൾക്ക് അതിയായ സന്തോഷം തോന്നി. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ അയാളുടെ മുറി നിറയെ പാക്കേജുകളായിരുന്നു. അതിലൊന്ന് തുറന്നപ്പോൾ അതിൽ നൈറ്റ് വിഷൻ ഗോഗിൾസ് ആയിരുന്നു. രണ്ടാമത്തതിൽ ഒരു പുതിയ റൈഫിൾ ഉണ്ടായിരുന്നു. ഒരു ഫ്ലൈയിംഗ് ലൈസൻസും ഉണ്ടായിരുന്നു. അയാൾ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അയാളുടെ ഫോൺ റിംഗ് ചെയ്തത്. 30 സെക്കൻഡിനുള്ളിൽ FBI നിങ്ങളുടെ വാതിൽക്കൽ എത്തുമെന്ന് വിളിച്ചയാൾ മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ ഓടുക. അയാൾ ഒന്നും ചെയ്തില്ലെങ്കിലും രാജ്യദ്രോഹത്തിനും ഗൂഢാലോചനയ്ക്കും അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിരപരാധിത്വം തെളിയിക്കാൻ അയാൾ ശ്രമിച്ചെങ്കിലും ആരും കേട്ടില്ല. അതേസമയം FBI ഓഫീസിൽ ഒരു പ്രിന്റർ പെട്ടെന്നൊരു സന്ദേശം അച്ചടിച്ചു. അയാൾക്കൊരു ഫോൺ കോൾ ചെയ്യാൻ അനുവാദം നൽകണമെന്ന് അതിൽ പറഞ്ഞിരുന്നു. അയാൾക്ക് ഫോൺ ലഭിച്ചപ്പോൾ അച്ഛനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതേ അപരിചിതമായ ശബ്ദം മറുപടി നൽകി. 4 സെക്കൻഡിനുള്ളിൽ തലതാഴ്ത്തുക എന്ന് ആ ശബ്ദം പറഞ്ഞു. പെട്ടെന്ന് അടുത്തുള്ള ഒരു ക്രെയിൻ ഒരു കെട്ടിടത്തിൽ ഇടിക്കുകയും അതിന്റെ ഭിത്തി തകരുകയും ചെയ്തു. അടുത്തുള്ള ഒരു കെട്ടിടത്തിലെ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അതിൽ ചാടുക എന്ന ഒരു വാക്കുണ്ടായിരുന്നു. അയാൾ ഭയന്നു. പക്ഷേ FBI അയാളെ പിന്തുടരുകയായിരുന്നു. അയാൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ഒരു ട്രെയിനിലേക്ക് ചാടുകയും ചെയ്തു. കയറിയ ഉടൻ തന്നെ അയാൾക്ക് മറ്റൊരു കോൾ വന്നു. സ്റ്റേഷൻ നമ്പർ 4-ൽ ഇറങ്ങുക. ശബ്ദം പിന്തുടർന്ന് അയാൾ മടുത്തു. അതിനാൽ കോൾ കട്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ട്രെയിനിലെ എല്ലാ യാത്രക്കാർക്കും അവരുടെ ഫോണുകളിൽ ഒരേ സന്ദേശം ലഭിച്ചു. ഈ മനുഷ്യൻ ഒരു തീവ്രവാദിയാണ്. എല്ലാവരും അയാളെ നോക്കാൻ തുടങ്ങി. അയാൾക്ക് ഒരു വഴി മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ: അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയോടുക. എന്നാൽ ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകുന്നയാൾ ഒരു സാധാരണക്കാരനല്ലെന്ന് വ്യക്തമായിരുന്നു.